Asif, first time Asif's character look reveal. I think they have some surprise or something. Do we have something? Okay. So Asif will flag off and then your visual, this thing will come, the character motion will come. That's a flag off for the character of Asif Ali in Level Cross. Ladies and gentlemen, on to the visuals. Wow, what a different get-up. Asif Kadigano, where your films is bringing to you Level Cross. Asif, Tunisia and the Stalata, we cinema, Poata, Stalata, Malayalam cinema, Ethiriana. And you got a pattern like Tunisia, you can travel like a chiam like a sign like a Zilla. Sergei, Ella credits put under the director Arfas. Arfasne, നിങ്ങൾ കണ്ടല്ലോ കയറി വരുമ്പോൾ അർഫാസ് ഞങ്ങൾ കൂമൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീതു സാറിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അർഫാസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, ഞാനതൊന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അർഫാസിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഭയങ്കര റോക്ക് കോം അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സ്റ്റൈൽ, ഒരു സ്റ്റൈലിഷ് സിനിമയായിരിക്കും എന്നുള്ളത്. പക്ഷേ എന്നെ ഈ കോലത്തിലാണ് അർഫാസ് ആക്കിയത്. റോഡക് സേവ്യറാണ് അതിന് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സിനിമ റിലീസാവുന്നതിന് മുന്നേ സിനിമയെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. പല പ്രാവശ്യവും അത് തിരിച്ചടിയായിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വളരെയധികം കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ. എനിക്ക് നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ ട്യുണീഷ്യയിൽ ആദ്യമായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു സിനിമ മലയാളത്തിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു. പിന്നെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പു ആണ് ഇതിൻ്റെ DOP, അർഫാസ് അലിയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഇതൊരു പുതിയ സിനിമയായിരിക്കും. സോറി. എനിക്ക് ആസിഫ്, ഇപ്പം ആസിഫിൻ്റെ ലൈക്ക് ഷൂട്ടിൽ നടക്കുന്ന എല്ലാ സിനിമയിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ലുക്സും ഒക്കെയാണ്. പിന്നെ എല്ലാവരും കുറേ പേര് സിനിമയായിട്ട് ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, എല്ലാം കാലൊക്കെ ഓക്കെ ആയോ? കാല് ഒരു 80% ഓക്കെയാണ്. എന്നാലും നടക്കുമ്പോൾ ചെറിയ വേദനയുണ്ട്. എന്നാലും നല്ല സിനിമകൾ ചെയ്യണം. നല്ല സിനിമകൾ ചെയ്താലേ നല്ല കയ്യടി കിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇതിനും ശബ്ദമുള്ള ഒരു കയ്യടി അടുത്ത പ്രാവശ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ let's hope for the best. Absolutely. ഒരു ഗംഭീര കയ്യടി for Asif Ali over here. Kochi for all the love for Asif and his movie Level Cross. ഇനി ലെവൽ ക്രോസിനോടൊപ്പം തന്നെ ആസിഫിനായിട്ട് വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഡബിങ്ങിലെ കുറച്ച് 24th തലവൻ എന്നൊരു സിനിമ റിലീസ് ആവുന്നുണ്ട്. ജിസ് ജോയോടൊപ്പം ഞാൻ ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ്. ബിജു മേനോനും ഞാനുമാണ് ആ സിനിമയിൽ വരുന്നത്. ഈ 24th റിലീസുണ്ട്. വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ തലവനും തിയേറ്ററിൽ പോയി തന്നെ കാണൂല്ലേ? താങ്ക് യു. Thank you, Asif, for a Gambhira Kaidi once again for Asif, and wish you all the best, dear brother. ആസിഫ് എവിടെയുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജിൽ വരുമ്പോൾ കാല് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നടക്കാൻ ആക്ച്വലി പാടാണ്, പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ ആ ഒരു ആവേശത്തിൽ നടന്നു പോയതാണ് ആസിഫ് നേരത്തെ റാമ്പിലേക്ക്. Okay, I would like to call upon one and only Sharafuddin to kindly come over. നമുക്ക് ഷറഫുദ്ദീൻ്റെ ഇതിലെ ക്യാരക്ടർ വീഡിയോ റിവീൽ ചെയ്യാം. നിഗൂഢതകൾ നിറഞ്ഞ ഒരു കഥാപാത്രം ആണ് എന്ന്
കേൾക്കുമ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഷറഫ്, ഈ സിനിമയിലെ ക്യാരക്ടറെ പറ്റിയും എക്സ്പീരിയൻസിനെ പറ്റിയും ഒന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. അർഫാസ് ഈ കഥ പറയുമ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ നിഗൂഢതകൾ എനിക്ക് തോന്നിയത് അർഫാസിൻ്റെ നിഗൂഢതയാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് എൻ്റെ ക്യാരക്ടറിനെ എനിക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക, അതിൽ കൂടുതൽ പറയാനും പറ്റില്ല അല്ലേ അർഫാസ്. അപ്പോൾ അതാണ് എൻ്റെ റിയാലിറ്റി. അപ്പം എൻ്റെ ക്യാരക്ടർ അക്കരെയാണോ ഇക്കരെയാണോ എന്നുള്ളതൊന്നും ഞാൻ പറയാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു. ആദ്യമായിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസ് വിട്ടിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയത് ഈ ലെവൽ ക്രോസിന് വേണ്ടിയായിരുന്നു. ട്യൂണീഷ്യ പോയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊന്നും സിനിമയ്ക്കൊന്നും അല്ലാതെ അങ്ങനെ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് പോകാൻ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെ പോയി ആ സിനിമ ചെയ്ത് തിരിച്ചു വന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. സിനിമയായി മാറാൻ പോകുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. So Gambhira Kaidi once again for Sharafuddin for the character and all the best, Sharaf. അമലെ കൂടെ ഈ വേദിയിലേക്ക് വിളിക്കണം. പക്ഷേ അതിനുശേഷം ഓഡിയോ ലോഞ്ച് ഇവിടെ വെച്ചാണ്, എന്നിട്ട് ഇതുവഴി തന്നെ എക്സെപ്റ്റ് ചെയ്യാം. സോ വി വോണ്ട് ട്രബിൾ യു മോർ. In level cross, and that's a green signal for level cross from Amalapur. ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതിൽ ഈ ക്യാരക്ടർ, എനിക്ക് നമ്മൾ 2 ക്യാരക്ടർ ലുക്സ് പറഞ്ഞു. ഈ ത്രില്ലർ സിനിമയുടെ എല്ലാ പ്രശ്നം തന്നെ ജിത്തു സാറൊക്കെ എന്നെ നോക്കുന്നത്. ലൈക്ക് പണ്ട് നേരിൻ്റെ സമയത്ത് ഞങ്ങൾ ഇന്നപ്പം അധികം ഒന്നും ഒരു ആരും ത്രില്ലർ സിനിമകളെ പറ്റി സംസാരിക്കില്ല. ജസ്റ്റ് കാഷ്വലായിട്ട് ഇങ്ങനെ ടോപ്പിക്ക് മാറ്റിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ, ആടുജീവിതത്തിന് നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി. അതിനുശേഷം ജൂൺ 14 ഈ ഫിലിമും റിലീസ് ചെയ്യുകയാണ്. എൻ്റെ ഓൺ പ്രോജക്റ്റ് ആണോ ഈ പ്രോജക്റ്റ് ആണോ ആദ്യം റിലീസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ബട്ട് ഐ എം എക്സൈറ്റഡ് ഫോർ ബോത്ത് ദി പ്രോജക്ട്സ്. ഈ ഫിലിം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഫിലിമാണ്. കാരണം ഇതിൻ്റെ അർഫാസ്, ഇതിൻ്റെ ഡയറക്ടർ, ആക്ച്വലി അർഫാസ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ എഴുതുമ്പം അർഫാസിന് എൻ്റെ മൈൻഡിൽ വെച്ചിട്ടാണ് എഴുതിയെന്നുള്ളത്. അത് ആസ് എൻ ആക്ടർ എനിക്ക് വലിയൊരു ഓണറാണ്. പിന്നെ ഞങ്ങൾ ഈ ഫിലിം ഷൂട്ട് ചെയ്ത് ട്യൂണീഷ്യ, ആക്ച്വലി റമദാൻ നവംബർ മാസത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രൂ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഭക്ഷണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട്. ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ചാലഞ്ചസ് ഭയങ്കര വലുതാണ്. ബട്ട് ആ സ്ട്രഗിളിലൂടെ എല്ലാം പോകുമ്പോഴും അർഫാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും I was like, I want to do more, better and better, because അത്രയും പാഷനുള്ള ഒരു ക്രിയേറ്ററാണ് അർഫാസ്. Of course, he's Jittu Joseph's own product, and I feel very very grateful. ഒത്തിരി നന്ദിയുണ്ട് ഈ ഫിലിമിൻ്റെ ഭാഗമാകാൻ സാധിച്ചിരുന്നു. So I would like to thank the entire cast and crew of this film. Thank you Ramesh Pillai sir, thank you Jittu Joseph sir, thank you Arfaz, thank you Appu Prabhakar, and thank you Sapna who designed my outfit in this project. And എല്ലാവരും ഒത്തിരി അവരുടെ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് ഈ പ്രോജക്റ്റിൽ. ലൈക്ക് ഐ സെഡ്, ഇറ്റ് വാസ് നോട്ട് ഈസി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല ട്യൂണീഷ്യ പോലത്തെ ഒരു കൺട്രിയിൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്ന് ഞങ്ങൾ ഈ ഫിലിം ചെയ്തു. അപ്പം ആ ഹാർഡ് വർക്കിനും ആ പാഷനും ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കുന്നു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. എല്ലാവരും തിയേറ്ററിൽ ഫിലിം കാണുക. ആൻഡ് റിയലി എക്സൈറ്റഡ് ടു ഹിയർ ഓൾ ഓഫ് യുവർ ഫീഡ്ബാക്സ്.
താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ്. ഇനിയും നിങ്ങളെല്ലാവരെയും നല്ല സിനിമകൾ ചെയ്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല, ബട്ട് താങ്ക് യു ടു എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് ലെവൽ ക്രോസ്. Thank you so much, Amla. This is Joy Chidari. A round of applause for Amla Paul, ladies and gentlemen, for the movie Level Cross, which is heading to theaters soon. രണ്ട് മൂന്ന് mentions I would like to do over here. ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സിനിമയുടെ സംഗീത സംവിധായകൻ ശ്രീ വിശാൽ ചന്ദ്രശേഖർ. വിശാൽ ചന്ദ്രശേഖർ മലയാള സിനിമയിലെ ഡെബ്യൂ ആണ് ഈ സിനിമയിലൂടെ നടത്തുന്നത്. ദുൽഖർ സൽമാന്റെയും മൃണാൾ ഠാക്കൂറിന്റെയും സീതാരാമം എന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. ആൻഡ് he is doing his debut. So that is something worth waiting for. I understand for Level Cross. പുള്ളിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. I would like to mention again. അതുപോലെ തന്നെ ഒരാളുടെ പേര് കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ലിറിസിസ്റ്റ്, ഗാനരചയിതാവ്, അത് മറ്റാരുമല്ല, നമ്മളെല്ലാവരും എന്താ പറയുക, കൊലമല്ലു മിനാറ്റി ഇലുമിനാറ്റി എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിനായക് ശശികുമാർ. വിനായക ഞാൻ ഇപ്പോൾ വിനു മിനാറ്റി എന്ന് വിളിക്കും. വിനായകയുടെ വന്നിട്ടില്ല. വിനായകാണ് ഇതിൻ്റെ ലിറിസിസ്റ്റ്. അടുത്തതാഴ്ച ഇതിൻ്റെ ഡയലോഗ് റൈറ്ററെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഡയലോഗ് റൈറ്ററെ പറ്റി പറയുമ്പോൾ he is actually one of the very popular television maker, producer, actor, writer. അദ്ദേഹമാണ് ഇതിൻ്റെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആദം അയൂബ് എന്നാണ്. ആദം അയൂബ് സാറിൻ്റെ മകൻ കൂടിയാണ് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള അർഫാസ്.